ചെറുക്കമല്ലോ. അമ്മാവോ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വയസ്സുകാലത്ത് ഇങ്ങനെ ദിവസവും കൊടുക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ചെല്ലടാ ചെല്ല ചെല്ലടാ. നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിന് 10-35 കൊല്ലം മേച്ചോണ്ട് കിടന്നവനാ ഞാൻ. മര്യാദക്കിരുന്ന് വല്ലതും പഠിക്കാനുള്ളതിന് പകരം ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ വലിയ താല്പര്യമില്ലാത്ത മട്ടിലൊക്കെ ഒഴിഞ്ഞു മാറി. ഇപ്പോൾ അതിനെ പറ്റി പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. മാഷേ, ഓക്കെ. കാണാം. രാമുണ്ണി മാഷല്ലേ? അതെ. നമസ്കാരം മാഷെ. നമസ്കാരം. മാഷക്ക് എന്നെ മനസ്സിലായോ? കണ്ടിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പറഞ്ഞാ ചിലപ്പോ അറിയും. പള്ളിക്കര സ്കൂളില് 6ൽ 2 വർഷം തോറ്റപ്പോ അപ്പച്ചൻ വന്ന് ഹെഡ് മാസ്റ്ററോട് പറഞ്ഞ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് മാറ്റിയില്ലേ ഒരു ജോസഫ്? ഓ, ജോസഫ്. തല്ലുകൊള്ളി ജോസഫ്. വള്ളിക്കളസോ വിട്ട് മൂക്കളെ ഒലിപ്പിച്ച് നീർക്കോലി പോയിരുന്ന ചക്കൻ. നിന്റെ തൊടയിൽ ഇപ്പോഴും കാണണമല്ലോ എന്റെ ചൂരലിന്റെ പാടല്ലേ? താനെന്താ ഇവിടെ? ഞാനിവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് പ്രൊഫസർ. ഓ, അപ്പൊ തല്ലുകൊള്ളി ജോസഫ് ഇപ്പൊ പ്രൊഫസർ ജോസഫായി. മോള അല്ലേ? കുട്ടി ഏതിനാ ചേർന്നത്? ഫസ്റ്റ് BA ലിറ്ററേച്ചറാണ്. ഓ, അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. കേട്ടോ മാഷേ, നമ്മൾ ടീച്ചേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണിത്. എന്നെ പഠിപ്പിച്ച് എന്റെ കണ്ണു തെളിയിച്ച മാസ്റ്റർ മകളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുക അല്ലേ? വരൂ മാഷേ. ടീച്ചറേ, ടീച്ചറേ. എന്തായി? ഭംഗിയായി. ഒന്നുമില്ല. ഇന്ന് കോളേജിൽ വെച്ച് എന്റെ ഒരു പഴയ സ്റ്റുഡന്റിനെ കണ്ടു, ഒരു ജോസഫ്. ഇപ്പൊ ഇവിടുത്തെ പ്രൊഫസറാ. മാഷിന്റെ മോളാണോന്ന്. എന്നിട്ട് മാഷ് എന്തു പറഞ്ഞു? വിധിച്ചിട്ടില്ലാത്ത ഭാഗ്യങ്ങള് കടമായിട്ടാണേലും അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ലേ ടീച്ചറെ? ശരിയാ. മായമ്മയും കൂട്ടി മാഷെ പടിയിറങ്ങി പോണത് നോക്കി നിൽക്കുമ്പോ എന്റെ മനസ്സും ഇത് തന്നെയാ പറഞ്ഞത്. എത്തിയില്ലോ അധ്യക്ഷൻ. എല്ലാരെക്കാളും മുമ്പേ എത്താറുള്ള മേൻ എന്താ ഇന്നിത്ര വൈകിയത്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ? എന്തേ? ഞാനും പുലർച്ചയ്ക്കേ അറിഞ്ഞുള്ളൂ. ഓടിപ്പിടിച്ച് അവിടെ ചെന്ന് പറ്റിയപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞു. എന്താ കാര്യം തെളിച്ചു പറയാണ്ട മേന്നെ? നമ്മുടെ പരമേശ്വരൻ നായർ ഇന്നലെ രാത്രി അമ്മയ്ക്ക് അച്ഛന് പേടിയായിരുന്നു എന്നാ തോന്നിയിട്ടുള്ളത്. ഒന്നും പറയുമായിരുന്നില്ല എന്നോട്. ഞാൻ കുട്ടിയല്ലേ. ദിവസവും രാത്രി അമ്മ ആരും കേൾക്കാണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയും. ആ തേങ്ങല് കേട്ട എന്നും ഞാൻ ഉറങ്ങാറ്. മരിക്കുന്നതിന്റെ തലേന്ന് കൂടി എന്നോട്. പിറ്റേന്ന് രാവിലെ കുളക്കടവില് മരിച്ചു കിടക്കണതാ കണ്ടത്. ഒന്നേ നോക്കിയുള്ളൂ. പലരും പലതുമൊക്കെ പറഞ്ഞു. ഏതാ ശരിയെന്നും സത്യം അറിഞ്ഞൂടാ. അറിഞ്ഞിട്ടും എന്താ? അമ്മ പോയില്ലേ? അന്നും അതെ ഇന്നും അതെ. അച്ഛന്റെ നിഴല് കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. കുട്ടിയുടെ അച്ഛൻ തിരുമേനിയെ പോലെ ഒരാളിന്റെ അടുത്തല്ല നങ്ങയമ്മ ചെന്ന് ചേരേണ്ടിയിരുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പാവം. വിളക്ക് വെച്ച് കഴിഞ്ഞ് സംസാരിക്കാൻ വേറെ ഒരു വിഷയവും കിട്ടില്ല രണ്ടാൾക്കും. മരണവും മരിച്ചവരെയും കുറിച്ചുള്ള വർത്തമാനം നിർത്തുക.
കുട്ടിയാണല്ലോ അത്. എന്താ കുട്ടി? എന്താ? മോളിൽ ഒറ്റയ്ക്ക് കിടന്നിട്ട് പേടിയാവുന്നു. അയ്യോ, അകത്തേക്ക് വരൂ. വരൂ കുട്ടി. വരൂ. ഇവിടെ കിടന്നോളൂ. വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. ഇവിടെ കിടന്നോളൂന്നേ. സാരില്ല. മാഷെ, കട്ടില് ലേശം. ആ ദാ. പുതയ്ക്കണോ? വേണ്ട. സമയം എത്രയായി? ഷോ, ഈ കുട്ടിയെ കാണാനില്ലല്ലോ. നേരം കുറെ ആയി. വരണുണ്ട്. ആ, ദേ, ഇപ്പൊ ഒന്നും പറയാൻ പോണ്ട. ആ, പതുക്കെ. ഞങ്ങളെ ആകെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മായമേ നീ. സമയം എത്രയെന്നറിയോ? എന്താ ഇത്ര വൈകിയേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. എന്തിന്റെ സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു കുട്ടിക്ക്? ഇംഗ്ലീഷിന്റെ. ആരാ? ആ പ്രൊഫസർ ജോസഫാ? ഉം. ആ, അയാളെ ചെയ്യൂ ഇതൊക്കെ. അവനവന്റെ മക്കള് സ്കൂളിലും കോളേജിലും പോയിട്ട് കൃത്യസമയത്ത് മടങ്ങി വരാണ്ടാവുമ്പോ വീട്ടിലിരിക്കുന്ന അച്ഛന്റെ അമ്മയുടെ വേവലാതി വല്ലതും അവർക്കറിയണോ?